ഒരു വീട്ടമ്മയായ ഞാൻ എൻ്റെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് വരുമാനം കണ്ടെത്തുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലം മുതൽക്കാണ് കുറച്ച് കോഴികളെയൊക്കെ വളർത്തി തുടങ്ങിയത്. ആദ്യം എനിക്ക് 5 കോഴികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് എനിക്കൊരു ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ട സമയത്താണ് വരുമാനം എന്ന നിലയിൽ കോഴീനെ വളർത്തി തുടങ്ങിയത്. അപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ ആയിട്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് ജോലിക്ക് പോകാനായിട്ട് സാഹചര്യമില്ലാത്ത ഏതൊരു വീട്ടമ്മയ്ക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് കോഴി വളർത്തൽ. അപ്പോൾ എനിക്കുള്ളത് ഇപ്പോൾ 10 BV380 കോഴിയും 4 നാടൻ കോഴിയുമാണ്. എല്ലാ കോഴിയും മുട്ടയിടുന്നതാണ് കേട്ടോ. അപ്പോൾ BV380 കോഴിക്ക് ഞാൻ കൊടുക്കുന്നത് ലെയർ മാഷ് എന്ന് പറയുന്ന തീറ്റയാണ് മുട്ടയിടുന്ന സമയത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരി പോലത്തെയാണ്. അത് നാടൻ കോഴിക്കും കൊടുക്കാനായിട്ട് വാങ്ങുന്നതാണ് കേട്ടോ. അത് വെള്ളത്തിലൊന്ന് കുതിർത്ത ശേഷം നന്നായിട്ടങ്ങ് പൊലിച്ച് വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ നമുക്ക് ഈ കോഴിത്തീറ്റ വാങ്ങാൻ നല്ല കാശാണ്. അപ്പോൾ ആ കോഴിത്തീറ്റയുടെ ചിലവ് നിയന്ത്രിക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നും കൂടെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ പച്ചപ്പുല്ല് ധാരാളമായിട്ട് കൊടുക്കാറുണ്ട്. 2 നേരമാണ് കോഴിത്തീറ്റ കൊടുക്കുന്നത്. ഇടയ്ക്ക് ഉച്ച സമയത്ത് പച്ചപ്പുല്ലുകളെല്ലാം അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പുല്ല് കൊടുക്കുന്നത് കൊണ്ടുള്ള മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിത്തീറ്റ നിയന്ത്രിക്കാമെന്ന് മാത്രമല്ല, ആ കോഴി ഇടുന്ന മുട്ടയുടെ ഉണ്ണിയൊക്കെ നല്ല മഞ്ഞ കളറിൽ ഇരിക്കുന്നത് കാണാം. ഈ പച്ചപ്പുല്ല് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു നേട്ടമാണ് കേട്ടോ അത്. പിന്നെ പച്ചപ്പുല്ലിൽ ചില ഇലകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട ഉൽപ്പാദനം കൂടുകയും ചെയ്യും. അത് ഏതൊക്കെ ഇലയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ പപ്പായയുടെ ഇലയില്ലേ, പപ്പായയുടെ ഇല, പിന്നെ നമ്മുടെ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല, പയറില, ചീരയില, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട ഉൽപ്പാദനം നന്നായിട്ട് കൂടും. അതായത് നമ്മൾ ഈ തീറ്റ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണോ ആ ഒരു കാര്യങ്ങൾ, പോഷകങ്ങളൊക്കെ തന്നെ ഈ ചില ഇലകളിൽ നിന്നൊക്കെ ഈ കോഴിക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ തീറ്റ ചെലവ് നിയന്ത്രിക്കുന്നതും പിന്നെ മുട്ട ഉൽപ്പാദനം കൂട്ടാനായിട്ട് ചെയ്യുന്നതും. BV380 കോഴിക്ക് മുട്ടയിടുന്ന കോഴിക്ക് 100 ഗ്രാം തീറ്റയാണ് ഒരു കോഴിക്ക് ഒരു ദിവസം വേണ്ടത്. അപ്പോൾ നമ്മൾ ആ അളവിൽ കുറച്ചിട്ട് തീറ്റ കൊടുക്കുന്നതിൻ്റെ, പച്ചപ്പുല്ല് കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ടുള്ള തീറ്റ അന്നത്തെ ദിവസം കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലം മുതലാണ് ഞാൻ ഒരു വരുമാനം എന്ന നിലയിൽ BV380 കോഴിയൊക്കെ വളർത്താനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു 5 കോഴി BV380 തന്നെയാണ് ഞാൻ വളർത്തുന്നുണ്ടായിരുന്നു. അത് വീട്ടാവശ്യത്തിന് വേണ്ടി വളർത്തി തുടങ്ങിയതാണ്. ശരിക്കും ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെ ദിവസേന മുട്ടയിടുന്ന കോഴിയാണെന്നൊക്കെ കണ്ടിട്ട് ഒന്ന് വാങ്ങി നോക്കിയതാണ് 5 വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ വരുന്ന സമയത്ത് ഈ കോഴി എനിക്ക് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മുട്ടയിടുന്നു പറഞ്ഞാൽ എല്ലാ ദിവസവും തന്നെ മുട്ടയുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമ്മൾ തീറ്റയും കാര്യങ്ങളും ഈ ഇലകളും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആഴ്ചയിൽ ഒരു കോഴിയിൽ നിന്ന് 6 മുട്ട വരെ നമുക്ക് ലഭിക്കും. അങ്ങനെ എനിക്ക് ഈ 5 കോഴിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ലോക്ക്ഡൗൺ വരുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ തന്നെ ആ ജോലി പോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്ന സമയത്താണ് അപ്പോൾ എന്നാൽ ഇങ്ങനെ കുറച്ച് കോഴികളെയും കൂടെ വരുമാനം എന്ന നിലയിൽ വാങ്ങിച്ചാലോ എന്ന് ഓർത്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിവിടെ അടുത്തുള്ള കാർഡ്സിൽ 25 BV380 കോഴിക്ക് ഓർഡർ കൊടുത്തു. പിന്നെ എനിക്ക് ഒരു 2 നില പോലെ ഉള്ളൊരു കൂട്, സ്ഥലം കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് ചേട്ടായിയാണ് എനിക്ക് പണിത് തന്നത്, ആ സമയത്ത് കൂടൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ആ രീതിയിൽ മുകളിൽ ഉള്ളത് കാഷ്ടമൊക്കെ താഴേക്ക് തോണ്ടിക്കളയാവുന്ന രീതിയിലൊക്കെ ആയിട്ട് നല്ലൊരു കൂട് പണിത് തന്നു. ഇപ്പോൾ അത് ഒത്തിരി പഴയതായി കേട്ടോ. അതിൻ്റെ വലയൊക്കെ നെറ്റൊക്കെ ഈയിടെ മാറ്റിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് തുടങ്ങിയത്. പക്ഷേ ആ സമയത്ത് തീറ്റയ്ക്ക്, ഈ കോഴിത്തീറ്റയ്ക്ക് വില കുറവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞൊരു 2-3 കൊല്ലത്തിനിടയ്ക്ക് ഭയങ്കരമായിട്ട് വില കൂടി. ഇപ്പം അത് നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട്. അപ്പം മുട്ട ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 10 രൂപയ്ക്കെങ്കിലും മുട്ട കൊടുത്താലാണ് നല്ല രീതിയിലൊരു വരുമാനം നമുക്ക് കിട്ടാൻ സാധിക്കുള്ളൂ. അപ്പോൾ BV380 കോഴിയുടെ മുട്ടയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ മുട്ടയാണ്. അത് ടൗൺ ഏരിയയിലൊക്കെ 10 രൂപയ്ക്കൊക്കെ കിട്ടും. നമുക്ക് ഇവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 7.5, 8 അങ്ങനെയൊക്കെയാണ് കിട്ടാറ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഈ 25 കോഴീനെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ചെറിയൊരു വരുമാനം എനിക്ക് അതിൽ നിന്ന് കിട്ടിയിരുന്നു. എങ്ങനെ പോയാലും എനിക്കൊരു 12,500 രൂപ മാസം അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു കേട്ടോ.
അതായത് നമ്മൾ തീറ്റ ചെലവും കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനും എടുത്തു കഴിഞ്ഞ ശേഷം എനിക്ക് അത്രയും രൂപയൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇത് 3ാമത്തെ ഘട്ടമാണ് കോഴീനെ വളർത്തുന്നത്. ഇപ്പം നമുക്ക് BV380 10 പിന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴിയാണ് അതൊരു 4 ആ കോഴി ഇപ്പം മുട്ടയിടുന്നുണ്ട്. BV380 ശരിക്കും നമുക്ക് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് കിട്ടുന്നത്. ആദ്യം വാങ്ങിയപ്പോൾ 160 മറ്റോ ആയിരുന്നു. ഇപ്പോൾ 200 രൂപയ്ക്ക് ആയി എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 2.5 മാസം കൂടെ അതിനെ വളർത്തണം. നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത്, അതായത് ആ 2 മാസത്തിൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഗ്രോവറാണ് കൊടുത്തു തുടങ്ങേണ്ടത്. അപ്പോൾ ആദ്യം കുഞ്ഞുങ്ങളായിട്ട് അവർ വളർത്തുമ്പം സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 2 മാസം കഴിഞ്ഞ് വളർത്തി തുടങ്ങുമ്പം ഗ്രോവർ എന്ന് പറയുന്ന തീറ്റയാണ് വാങ്ങിക്കൊടുക്കുന്നത്. അതിന് ഈ ലെയർ മാഷ്, മുട്ടയിടുന്ന കോഴിക്ക് കൊടുക്കുന്ന ലെയർ മാഷിനെ കഴിഞ്ഞും അല്പം കൂടെ വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 2.5 മാസം ഗ്രോവർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് BV380 മുട്ടയിട്ട് തുടങ്ങും. അപ്പോൾ മുട്ടയിടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ മുട്ട കിട്ടും നമുക്ക്. അപ്പോൾ ശരിക്കും സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പൈസയ്ക്ക് ആവശ്യം വരുമല്ലേ. അവർക്ക് ബുക്കോ പേനയോ അല്ലെങ്കിൽ വണ്ടിക്കൂലി, അങ്ങനെ ശരിക്കും ഒരു വീട്ടമ്മയാണെങ്കിൽ അത് നമ്മൾ ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ തന്നെ ചെറിയൊരു വരുമാനം എന്ന രീതിയിൽ നമുക്കതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞ് കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. കുറച്ച് പൂന്തോട്ടം, പൂച്ചെടികൾ, ഇലച്ചെടികളൊക്കെ, അങ്ങനെയുള്ള ഗാർഡനിങ് കൂടെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഇതിനാവശ്യമുള്ള വളം കൂടി ഇതിനകത്തുനിന്ന് ലഭിക്കും. പിന്നെ നമുക്ക് വരുമാനം എന്നുള്ള നിലയിൽ ഈ കോഴിക്കാഷ്ടം കമ്പോസ്റ്റൊക്കെ ചെയ്തെടുത്ത് നമുക്ക് മാർക്കറ്റിൽ വിൽപ്പനയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ആ രീതിയിലും ഇതൊരു വരുമാനം തന്നെയാണ്. നമ്മളിപ്പോൾ കോഴിക്കാഷ്ടം പുറത്തേക്ക് വിൽക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ നട്ടിരിക്കുന്ന ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇത് കമ്പോസ്റ്റാക്കി കൊടുക്കാറുണ്ട്. നമ്മൾ ഇടുന്ന ഉടനെ തന്നെ ആ കാഷ്ടം വാരി ചെടികളുടെ ഒന്നും ചുവട്ടിൽ ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി. അതൊരു ചൂടാണ്, ഭയങ്കര ചൂട് കാരണം നമ്മുടെ ചെടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി തീറ്റ ചിലവൊക്കെ ചുരുക്കുന്നതും, ഇനി തീറ്റ ചിലവ് ചുരുക്കാനായിട്ട് ഞാൻ കൊടുക്കുന്ന മറ്റുള്ള തീറ്റകളുമൊക്കെ കൂടെ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി വേറൊരു വീഡിയോ കൂടെ ചെയ്യാം അതിനെക്കുറിച്ച്. അന്നേരം വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഒരു കോഴി വളർത്തൽ എന്നുള്ളത് ഒരു വീട്ടമ്മയ്ക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പോൾ അത് സ്ഥലത്തിൻ്റെ പരിമിതിയോ സ്ഥലം കൂടുതലുള്ളവർക്ക് കൂടുതൽ വളർത്താനായിട്ടും സാധിക്കും. അത് ഒരിക്കലും ഒരു നഷ്ടമാണെന്ന് ഞാൻ പറയില്ല. അത്യാവശ്യം ചെറിയൊരു വരുമാന മാർഗം തന്നെയാണ് നമ്മുടെ കോഴി വളർത്തൽ. നാടൻ കോഴിയൊക്കെ വളർത്താനായിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ലാഭമാണ്. ഒരുപാട് തീറ്റയൊന്നും വാങ്ങി കൊടുക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ അതിനെ അടവച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.